അള്ളാഹുവിന്റെ കലാമാണ്. ഉടമസ്ഥൻ അടിമകളോട് സംസാരിച്ചതാണ്, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളുമെന്ന് ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ വാക്യമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ലോകത്തിലെ ഏറ്റവും വലിയ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുത ഗ്രന്ഥമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഇത്രത്തോളം അത്ഭുതകരമായി മാറിയത് എന്നത് നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ അതിന്റെ ഒരൊറ്റ ഉത്തരമാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് അടിവരയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ വേദഗ്രന്ഥത്തിൽ ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ആകാശഭൂമികളുടെ ഇടയിലുള്ള ഒന്നിനെയും ഞാൻ എന്റെ ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എല്ലാത്തിനെയും സവിസ്തരമായി പ്രതിപാദിക്കുന്നു, സവിസ്തരമായി അപഗ്രഥിക്കുന്നു. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അല്ല, അവന്റെ പരലോകം മുതൽ പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നത് മുതൽ ആരാവണം ഒരു മനുഷ്യൻ എന്ന് വിശദമായി പറയുന്ന ലോകത്തിന്റെ തത്വചിന്തയുടെ ആമുഖ പുസ്തകമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ വേദഗ്രന്ഥത്തിൽ ഞാൻ ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മൾ എല്ലാവരും പറയാറുണ്ട്, ഖുർആൻ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യശാസ്ത്രം, ജീവശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, ഭൗമശാസ്ത്രം, അസ്ട്രോണമി, ജോഗ്രഫി, ബയോളജി, ഹ്യൂമാനിറ്റി എന്നു വേണ്ട ലോകത്തിന്റെ ശാസ്ത്ര സംഹിതകളെയും മനുഷ്യത്വത്തെ പോലും പറഞ്ഞു കൊടുത്ത ആ ഖുർആൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഞാനൊന്നും ഒഴിവാക്കാതെ ആകാശത്തെ, ഭൂമിയെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, നബൂലകളെ, ഗാലക്സികളെ, മണ്ണിനെ, വിണ്ണിനെ, നാൽക്കാലികളെ, ഇരുകാലികളെ, ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള ലോകത്തിന്റെ സൂക്ഷ്മാണുക്കളെയും പരമാണുക്കളെയും എന്നുവേണ്ട ആനയുടെ പേര് ഒരു സൂക്തത്തിന് തന്നെ നാമകരണം ചെയ്തു കൊടുത്തു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു പറയാണ്, ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ശാസ്ത്രം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാമളൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങൾ 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. നമ്മളെല്ലാവരും സ്ഥിരമായി പ്രഭാഷക ശൈലിയിൽ കേൾക്കുന്ന, പ്രഭാഷക വേദിയിൽ കേൾക്കുന്ന ഒരു പതിവ് അവകാശവാദമാണ്, അള്ളാഹുവിന്റെ ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമാണ്, 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞതാണ് ഇപ്പൊ ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നത് എന്ന് പറയുമ്പോ ആദ്യം തന്നെ ഈ ഖുർആന്റെ പ്രഭാഷണം കേൾക്കാൻ എത്തിയവരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ 6666 ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാസ്ത്രം പറയാനാണ് ഉപയോഗിച്ചത്. നരകം പറയാനല്ല, മീസാൻ പറയാനല്ല, സിറാത്ത് പറയാനല്ല. 1000-ൽ പരം വരുന്ന ആയത്തുകൾ, അതായത് ഖുർആനിന്റെ 1/6 ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 30 ജുസുകളിൽ 5 ജുസുകളോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് ശാസ്ത്രത്തെ കുറിച്ച് പറയാനാണ്. ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രത്തെ കുറിച്ചാണ്. ഇനി അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ ഖുർആനിൽ 30 ജുസു ഉള്ളതിൽ 5 ജുസുകളോളം അള്ളാഹു മാറ്റിവെച്ചത് ശാസ്ത്രത്തെ കുറിച്ച് പറയാനാണ്. ആകാശത്തെ കുറിച്ച് പറയാൻ, ഭൂമിയുടെ ഭ്രമണത്തെ കുറിച്ച് പറയാൻ, പ്രപഞ്ചത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയാൻ, നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെ കുറിച്ച് പറയാൻ, ഉൽക്കവീഴ്ചകളെ കുറിച്ച് പറയാൻ, ചന്ദ്രഗ്രഹണത്തെ കുറിച്ച് പറയാൻ, സൂര്യഗ്രഹണത്തെ കുറിച്ച് പറയാൻ, ഇങ്ങനെ പ്രാപഞ്ചിക പ്രതിമാസങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെ കുറിച്ച് പറയാനാണ് ഖുർആനിന്റെ 1000-ൽ പരം വരുന്ന ആയത്തുകൾ അല്ലാഹു മാറ്റിവെച്ചത്. പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു, പക്ഷേ അള്ളാഹുവിന്റെ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലായിരുന്നില്ല. ആ ശാസ്ത്രത്തിന്റെ പുറകിലും നിൽക്കുന്ന നിർമ്മാതാവിനെ, ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ച് പറയലായിരുന്നു അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഉദ്ദേശം, അല്ലാതെ ശാസ്ത്രം പറയലായിരുന്നില്ല. നമുക്കിന്ന് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച, ഖുർആനിനെ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഖുർആനിനെ
കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലായിരുന്നില്ല. അള്ളാഹുവിന്റെ ലക്ഷ്യം ആ ശാസ്ത്രത്തിലൂടെ ഇതിന്റെ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവായ അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് പറയാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ശാസ്ത്രത്തെ പറഞ്ഞത്. അപ്പൊ പൂർണ്ണമായും ഖുർആനിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയുക എന്നതാണ്. നിന്റെ സിട്ടാവിനെ അറിയുക, നിന്റെ റബ്ബിനെ അറിയുക. അള്ളാഹു മനുഷ്യനോട് സംസാരിച്ചത് ഹദാ കലാമുല്ലാഹ്, ഇത് അള്ളാഹുടെ കലാമാണ്. അള്ളാഹു നമുക്കത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീനും കൂടെ പറയാതിരുന്ന പിന്നെ ഞാൻ പ്രസംഗം ചുരുക്കലെന്ന് പറഞ്ഞുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ ഏതാണ്ട് തളർന്നിരിക്കുന്നു. വെളിയിൽ നിൽക്കുന്ന ആളുകൾ കസേരയിലോട്ട് വന്നിരുന്നാൽ മാന്യമായി പ്രസംഗിക്കാം എന്ന് ഞാൻ വാക്ക് തരുന്നു. ഇല്ലെങ്കിൽ ആ വാക്കിന് ഉറപ്പില്ല. എല്ലാം കഴിഞ്ഞ് തളർന്ന അവശരായി നിൽക്കുന്ന, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് മോളെ കെട്ടിച്ചിട്ട് മാപ്പിളയുടെ വീട്ടിലോട്ട് പോയാൽ പിന്നെ വാപ്പാടെ അവസ്ഥ എന്താണോ അതാണ് ഇപ്പൊ ഈ സ്റ്റേജിന്റെ അവസ്ഥ. കല്യാണമൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ വാപ്പാടെ അതേവരെയുള്ള ഉഷാറൊക്കെ വാപ്പ മറക്കും. പിന്നെ വാപ്പാക്ക് എവിടെയെങ്കിലും ഒന്ന് കാല് നീട്ടി കിടന്നാൽ മതി. എന്നാൽ അതുവരെ വാപ്പ ഒന്നും അറിയില്ല, ഓടിച്ചാടി നടക്കും. എല്ലാം കഴിയുമ്പോ മോളെ കെട്ടിച്ചു, നിക്കാഹ് കഴിഞ്ഞു, ഭർത്താവിന്റെ വീട്ടിൽ പോയി, എല്ലാം കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടത്തിയ വാപ്പാടെ ആഗ്രഹം എന്താ? കാല് നീട്ടി എവിടെയെങ്കിലും ഒന്ന് പോറ. ഇതേവരെ ക്ഷീണമെന്ന് പറഞ്ഞില്ല. ഇപ്പോഴാണ് ഇതിപ്പോ സമാപനമായി, മത്സരം കഴിഞ്ഞു, ട്രോഫി കൊടുത്തു, പ്രൈസ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ സംഘാടകർ ഒരു ചിന്ത, എല്ലാരും ഒരു ചിന്ത, കാല് നീട്ടിയൊന്ന് കിടന്നാൽ മതി. എന്റെ ചിന്ത അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഞാൻ ഇത്രയും വലിയ വാചക കസരത്തിന്. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുറക്ക ആമീൻ പറയും. കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നാ കൊള്ളാം. ചൂടുവെള്ളം ഉണ്ടാകും. കല്യാണത്തിന്, ഈ പറഞ്ഞ കല്യാണത്തിന് വൈകി വന്നൊരു ക്ഷണിതാവാണ് ഞാൻ. കല്യാണത്തിന്റെ പ്രധാന പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകി വന്നാല് എല്ലാ വിഭവം ഉണ്ടാവില്ല, ഉള്ളതിൽ കുറച്ചൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. അള്ളാഹു ഈ സംഘാടകന്റെ പരിശ്രമത്തെ അള്ളാഹു വിജയിക്കുമാറാകട്ടെ. ഞാനൊരു ഖുർആന്റെ സദസ്സായതുകൊണ്ടാണ് ഈ പരിപാടി ഞാൻ ഏക്കാൻ തന്നെ കാരണം അതിനോടുള്ള എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ്. പണ്ട് മുതലേ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതീവ താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഈ 3 ദിവസം നടന്ന പരിപാടി കൊണ്ട് നാം അടുക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, അവന്റെ ഖുർആനിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാസ്ത്രം പറഞ്ഞതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ആ ശാസ്ത്രത്തെ കുറിച്ച് പറയലല്ല. ഭൂമിയെ നിനക്ക് ഞാനൊരു വിരിപ്പാക്കി തന്നില്ലേ കിടന്നുറങ്ങാൻ, ആകാശത്തെ നിനക്ക് ഞാനൊരു മേലാപ്പാക്കി തന്നില്ലേ തണലേകാൻ എന്നൊക്കെ അള്ളാഹു ചോദിക്കുമ്പോഴും ആകാശം എന്ന മേലാപ്പിൽ കണ്ണുടക്കി നിൽക്കാനല്ല മുസ്ലിമേ, ഈ ഭൂമി എന്ന വിരിപ്പിലേക്ക് നിന്റെ ഗവേഷണ പരതയെ കൊണ്ടുപോകാൻ മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാസ്ത്രം പറഞ്ഞതിന്റെ മുമ്പിലുള്ള യുക്തിബോധമേടാ. ഞാൻ ചില ആയത്തുകൾ ഓതുമ്പോൾ നമുക്കത് മനസ്സിലാകും. അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. നിങ്ങൾക്ക് ഞാൻ ഭൂമിയെ വിരിപ്പാക്കി തന്നില്ലോ, ആകാശത്ത് നിങ്ങൾക്ക് ഞാനൊരു മേലാപ്പാക്കി തണലിട്ട് തന്നില്ലോ. നിങ്ങൾക്കൊരു വസ്ത്രം പോലെ ചുരുണ്ട് കിടക്കാൻ ഈ രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നില്ലോ. ഇതെല്ലാം പറഞ്ഞ അല്ലാഹു ആകാശത്തെ കുറിച്ച്, പകലിനെ കുറിച്ച്, രാത്രിയെ കുറിച്ച്, ലോകത്തിന്റെ പ്രധാനപ്പെട്ട ശാസ്ത്ര സത്യങ്ങളിലേക്ക് മനുഷ്യനെ വിളിച്ചോടുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ അടുത്തത് പറഞ്ഞു തന്നെന്നറിയോ. ഈ ആകാശത്തെ കുറിച്ച്, ഭൂമിയെ കുറിച്ച് ഞാൻ പറയുമ്പോ അതിൽ നിന്റെ ഗവേഷണങ്ങൾ ഉടക്കി നിൽക്കാനല്ല. അള്ളാഹു പറയാ ونفخ بالصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا.
അള്ളാഹു പറഞ്ഞെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, ആകാശത്തെയും ഭൂമിയുടെയും പ്രാപഞ്ചിക രഹസ്യങ്ങളെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഇതൊന്നും നീ ചിന്തിക്കണ്ട. നീ ചിന്തിക്കേണ്ടതെന്തെന്നറിയോ? സൂറന്ന കാകളത്തിൽ ഇസ്രാഫീൽ ഊതുമ്പോ കൂട്ടം കൂട്ടമായി പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് നിന്നെ ഹാജരാക്കപ്പെടാൻ സമയമാകുമ്പോ അള്ളാഹു പറയാ വനുഫിഖ ബിസ്സൂരി വതഅതൂന അഫ്വാജാ വഫുതിഹത്തിസ് സമാഉ فكانت أبوابا وسيرت الجبال فكانت سرابا. നേരത്തെ നിന്നോട് ഞാൻ ഗവേഷണം ചെയ്യാൻ പറഞ്ഞ പർവ്വതത്തെ തകർത്ത് ധരിപ്പണമാക്കി, ആകാശത്തെ തകർത്ത് ധരിപ്പണമാക്കി. ആകാശത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ മാത്രമല്ല, ഭൂമിയെ കുറിച്ച് നിരീക്ഷണം നടത്താൻ മാത്രമല്ല, അള്ളാഹു പറയാ, ഇതിനെ സൃഷ്ടിച്ചു വെച്ചത് ഞാനാണെങ്കിൽ ഇതിനെയെല്ലാം തകർത്ത് ധരിപ്പണമാക്കിയിട്ട് ആകാശമില്ലാത്ത, ഭൂമിയില്ലാത്ത, നക്ഷത്രമില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത, തരുക്കളില്ലാത്ത, താരകമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുന്ന എന്റെ തമ്പുരാനുണ്ടല്ലോ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആകാശഭൂമികളെ തകർത്ത് ധരിപ്പണമാക്കി മാനവരാശിയെ കൊന്നൊടുക്കുകയുണ്ട്. അവസാനം പരലോകമെന്ന ലോകത്തെ സംവിധാനിക്കാൻ കഴിയുന്ന എന്റെ കുതിരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് ആകാശത്തിന്റെ രഹസ്യത്തെ ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. അല്ലാഹു ചോദിക്കുകയാണ്, മാനവാ, ആകാശത്തേക്ക് എന്തേ നീ നോക്കുന്നില്ല? ഇതാണ് ഖുർആനിന്റെ പ്രത്യേകത. വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വേണ്ടി ഇമാമിന്റെ പുറകിൽ നിൽക്കുകയാണ്. നിസ്കാരത്തിന് വേണ്ടി പടച്ചറപ്പിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സർവ്വചിന്തകളും വെളിയിലേക്ക് കളഞ്ഞ് അല്ലാഹുവിനെ മാത്രം ആഗ്രഹിച്ച് കൈകെട്ടുകയാണ്. വെള്ളിയാഴ്ചക്ക് വായിപ്പള്ളിയിലെ ഇമാം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ആദ്യത്തെ റക്അത്തിൽ ഓതുന്നതെന്താ? നിസ്കാരത്തിൽ സുജൂദിലേക്ക് നോക്കണം, അല്ലാഹു അല്ലാത്തതിനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞ ഖുർആൻ ഇമാം ഓതുകയാണ്. ഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. കൈകെട്ടി നിൽക്കുന്ന മനുഷ്യ, അഫലാ യൻളുറൂന, എന്തേ നീ നോക്കുന്നില്ല? ഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്ന് നീ നോക്കാത്തതെന്താ? യഥാർത്ഥത്തിൽ നോക്കാൻ പാടില്ല, സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. ആ സമയത്തും ആകാശത്തേക്ക് നോക്കാത്തതെന്ന്, ഒട്ടത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്ന്, ഭൂമിയെ കുറിച്ച് ഗവേഷണം നടക്കാത്തതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അടിക്കടി ചോദിക്കുമ്പോ അള്ളാഹു പറയുന്നു, ഞാനിത് ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിനെല്ലാം തകർത്ത് ധരിപ്പണമാക്കിയുണ്ട് പരലോകം സൃഷ്ടിക്കാൻ എന്റെ റബ്ബിനെ കഴിയുമെന്ന്. അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. ഒരു തൂണ് പോലുമില്ലാതെ ആകാശത്തെ ഉയർത്തിയിരിക്കുന്നവരാരാ? ഇത് അള്ളാഹു പറയുന്നത് എന്തിനാണ്? ഖുർആൻ ഒരു തൂണ് പോലുമില്ലാതെ ആകാശമെന്ന പ്രതിശാലമായ ലോകത്തെ താങ്ങി നിർത്താൻ കഴിയുന്നവന് നാളെ കോടാനുകോടി ജനങ്ങളെ നിരത്തുന്ന പരലോകം സൃഷ്ടിക്കാൻ ഈ യാതൊരുവിധ ബന്ധപ്പാടുമില്ലെന്ന് ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ ആകാശത്തെ കുറിച്ച് പറഞ്ഞു തന്നത്, നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞു തന്നത്. ഇതിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ അറിയണേ, അവനിലേക്ക് നിങ്ങൾ അടുക്കണേ, അവനിലേക്ക് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു അത്ഭുതമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ നബിദിനമൊക്കെ അവസാനിച്ചു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ റബീഉൽ അവ്വലിന്റെ സംഭാവന തന്നെ വിശുദ്ധ ഖുർആൻ.
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് ഫാനൊന്നും ഇല്ലേ? ഫാൻ അതിന് മുകളിൽ വെക്കും. നമ്മുടെ സലാത്തൊക്കെ തീരാൻ സമയമല്ല. റബീഉൽ അവ്വൽ അവസാനിച്ചില്ല, ഇനിയുണ്ട്. നമ്മളൊരു ആണ്ടറുതിക്ക് മാത്രം സലാത്ത് ചൊല്ലുന്നവരായി മാറരുത്. റബീഉൽ അവ്വൽ 12 നടക്കുന്ന നബിദിന റാലിയിൽ മാത്രം നമ്മുടെ സ്നേഹം വടിഞ്ഞൊടുക്കുന്നവരാവരുത്. എപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരിക്കാൻ തരമില്ല. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചില നബിദിന റാലികളൊക്കെ അതിന്റെ മാന്യതയുടെ അതിർവരമ്പുകൾ കടക്കുന്നു എന്നത് കേരളത്തിന്റെ മുസ്ലിമീങ്ങളുടെ ഇടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നബിദിന റാലികൾ എന്ന് പറയുന്ന നമ്മളൊക്കെ പരമ്പരാഗതമായി മദ്രസയിലെ വിദ്യാർത്ഥികൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, മഹല്ലിലെ കാരണവന്മാർ, മുത്തഅല്ലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഐക്യത്തോടുകൂടി ബുറുദ പാടിയും മൗലിദ് പാടിയും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്ന സ്ഥലത്ത് അതിനൊക്കെ മാറ്റം വന്ന് വൈകുന്നേരങ്ങളിൽ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ വലിയ വാഹനങ്ങളിൽ കാതടപ്പിക്കുന്ന മ്യൂസിക്കും വെച്ച് ആർഭാടം കാണിക്കുന്ന ആഘോഷത്തിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്ന കൂത്തുകളായി മാറുന്നു എന്നത് വളരെ ദുഃഖകരമാണ്. അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നബിദിന റാലി എന്ന് പറയുന്ന മദ്രസ വിദ്യാർത്ഥികൾ, സാദാക്കുകൾ, ഉലമാക്കൾ, ഉമറാക്കൾ അതില് ബുറുദ പാടി മൗലിദ് ഓതി ആ സമയത്തൊക്കെ ചെയ്യേണ്ടത്, ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കാണുമ്പോ, ഈ അടുത്ത സമയം ഇവിടെ അടുത്ത നബിദിന റാലി ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. വലിയ ആർജവത്തോടെ അവിടെ ഇരിക്കുകയാണ്. വാഹനങ്ങൾ അലങ്കരിച്ച് പച്ചട്ടവ്വല് തലയിലേക്ക് കെട്ടി പച്ച തുണി കൊണ്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ മാത്രമുള്ള വാഹന റാലി. ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചു തന്നത്? എന്തിനാണ് നബിദിന റാലിയിൽ പകലോ രാത്രിയിലോ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുപോലും അഭ്യാസം നടത്തിയിട്ടില്ലാത്ത ഉമ്മത്ത് മുസ്ലിമയുടെ അനുയായികൾക്ക് എന്തിനാണ് നബിദിന റാലിയിൽ ഒരു പട്ടാള വേഷം? എന്തിനാണ് ഒരു കമാൻഡോ വേഷം? രാത്രിയിലോ പകലിലോ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുപോലും കൈ ചുഴറ്റിയിട്ട് അഭ്യാസം പരിശീലിക്കാത്ത ഉമ്മത്ത് മുസ്ലിമ. ആ ഉമ്മത്ത് മുസ്ലിമയ്ക്ക് നബിദിനയിൽ ഒരു കമാൻഡോ വേഷത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. എന്തിനാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായ ചിന്തകൾ ഇട്ടുകൊടുക്കുന്നത്? നമ്മുടെ ആരാധനകളിൽ എന്തിനാണ് വൈകൃതങ്ങൾ കടന്നുകൂടുന്നത്? പരമ്പരാഗതമായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടുന്നില്ലേ? ഇത് കാസർഗോഡില്ല, കണ്ണൂരില്ല. അതാ നിങ്ങൾ കൂടുതൽ എടുക്കാത്തത്. ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അഭിലഷണീയമല്ല. ഈ സമുദായത്തിലുണ്ടാകുന്ന വൈകൃതങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായി സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊക്കെ അഭിലഷണീയമായ ആചാരാനുഷ്ഠാനങ്ങളല്ല. അത് മറ്റുള്ളവർക്ക് വിമർശിക്കാനുള്ള ഇടം നൽകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നബിദിനം എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇതാണ് നബിയോടുള്ള സ്നേഹം. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സലാത്ത്, അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താർ നബീനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മുസ്ലിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ പ്രബോധനത്തിന്റെ പ്രഥമ ദൗത്യമായി തന്റെ ജനതയെ ഒരുമിച്ച് കൂടിയിട്ട് നീണ്ട 23 വർഷക്കാലം കാലാനുസൃതമായി സന്ദർഭോചിതമായി ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആനിനെ ലോകാവസാനം വരെ ലോകത്തിന്റെ ഏറ്റവും വലിയ താത്വിക ഗ്രന്ഥമായി ലോകത്തിന് സമ്മാനിച്ച മുത്താര, ആ മുത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. 23 വർഷക്കാലം തന്റെ ജനതയുടെ മുമ്പിലൂടെ ഇറങ്ങി നിന്നിട്ട് അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹു ബയാൻ.
അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖുർആനിനെ പഠിപ്പിച്ചു തന്ന, പഠിക്കാൻ പ്രേരിപ്പിച്ചു തന്ന, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓതി കൊടുക്കുന്നത്. അമറദ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. മറദൽ ബഹറൈനി യൽതഖിയാൻ, പരസ്പരം കണ്ടുമുട്ടാത്ത രീതിയിൽ രണ്ട് കടലുകളെ പരസ്പരം ചേർത്തൊടുക്കിയത് ഞാനല്ലേ. ആരാണ്? അല്ലാഹ്. പ്രപഞ്ച സിദ്ധമായ അല്ലാഹു ആരാ? മറദൽ ബഹറൈനി യൽതഖിയാൻ, രണ്ട് കടലുകൾ തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് പരസ്പരം ഒരുമിച്ച് കൂടാൻ കഴിയാത്ത രീതിയിൽ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. فبأي آلاء ربكما تكذبان. രണ്ട് കടലുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോ അതിന്റെ ജലങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടാതെ അതിന്റെ ഇടയിൽ അദൃശ്യമായ മറയിട്ട് കൊടുത്തത് ഞാനല്ലേ. രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് കൂടുന്നത്, രണ്ട് കടലുകളുടെ സംഗമ സ്ഥാനത്ത് യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. അവിടെ നിങ്ങൾ മുങ്ങി നോക്കിയാൽ വിലപിടിപ്പുള്ള മുത്തുകൾ അവിടെ കാണാൻ കഴിയുമെന്ന്. രണ്ട് കടലുകൾ തമ്മിൽ സംഗമിക്കുന്നത് എവിടെയാണോ അവിടെയാണ് വിലപിടിപ്പുള്ള മുത്തുകളുടെ ശേഖരം ഉണ്ടാകുന്നതെന്ന് ലോകത്തോട് ഓതി പറയുന്നതാരാ? 23 വർഷക്കാലത്തിന്റെ ഇടയിൽ കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ലാത്ത, ഒരു തോണിയിൽ പോലെ കയറിയിട്ടില്ലാത്ത ആമനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആനെ പരിചയപ്പെടുത്തേണ്ടത് ഇങ്ങനെയാ. നേരത്തെ ഫിറോസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആടുമേക്കാൻ പോകാൻ പറയുന്ന ബഹുസ്വര സമൂഹത്തിന്റെ അസ്വാരസ്യങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിലും മാറി നിന്നിട്ട് ഒരു മനുഷ്യ സമൂഹത്തിനോടുള്ള കടമകൾ നിർവഹിക്കാറ് വീടിന് 4 ചുവരുകൾക്കുള്ളിൽ ആരാധനകൾ കൊണ്ട് ഒടുങ്ങിക്കൂടണമെന്ന് പറയുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാരാ? യമനിലേക്ക് ആടുമേക്കാൻ പോകാനല്ല, അല്ലാഹുവിന്റെ ഗോളങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ, അതിലൂടെ സൂര്യാസ്തമയെ കുറിച്ച് ചിന്തിക്കുവാൻ, അതിലൂടെ നിന്നെ അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെ കണ്ടെത്താൻ ആരാ ഓതി പറയുന്നത്? രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥാനത്താണ് വിലപിടിപ്പുള്ള മുത്തുകളെന്ന് പറയുന്നവരാരാ? ഇതേവരെ കടലിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത ആമനയുടെ മുത്ത്, ആദർശത്തിന്റെ സത്ത്, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ കടലിൽ യാത്ര ചെയ്തിട്ടില്ല. ആ പ്രവാചകനാണ് ഓതി പറയുന്നത് കടലുകളുടെ ഇടയിലുള്ള അത്ഭുതത്തെ കുറിച്ച്. ഇതാണ് ഖുർആൻ. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകേണ്ടത്? അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനാവുകയാണ്. ഇവിടെ ഈ ഖുർആൻ പഠിച്ച ഹാഫിളുകൾ അവര് പ്രൈസ് വാങ്ങിച്ചു പോകുമ്പോൾ നിങ്ങളൊക്കെ കരുതുക ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ കോഴി ഇറക്കണം മുരിയാരാവുക എന്നാണ്. ആ മുരിയാര് കുട്ടി കോഴിയുടെ കൈത്തറക്കാൻ പഠിച്ചു. അതല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ പരമാണു മുതൽ പരലോകം വരെ, ആറ്റം മുതൽ ആഖിറം വരെ നീ എന്താവണം, നീ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ പോകണമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഖുർആൻ പറയാത്തതൊന്നുമില്ല. ഖുർആൻ പറയാത്ത വിശേഷങ്ങളില്ല. ഒരു മനുഷ്യന് ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ലോകത്തോട് പറയാൻ അള്ളാഹുവിന്റെ ഖുർആന് കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഹദീദ് എന്നാണ്. ഇരുമ്പ്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് എന്നാണ് അതിന്റെ പേര്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തിന് ഇരുമ്പ് എന്ന് പേര് കൊടുക്കാൻ കാരണം? യഥാർത്ഥത്തിൽ സ്വർണം, വെള്ളി, വജ്രം ഇതൊക്കെയല്ലേ പറയേണ്ടത്? യാതൊരുവിധ വിലയുമില്ലാത്ത, യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത ഇരുമ്പിന്റെ പേര് 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന്റെ പേര് ഇരുമ്പ്. എന്താ കൊടുക്കാൻ കാരണം? ലോകത്ത് എല്ലാ ലോകങ്ങളെക്കാൾ ഇരുമ്പിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ലോകത്തെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ആ ലോകത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. ഇരുമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇരുമ്പ് ആകാശത്തിന്റെ ലോഹമാണ്.
ഭൂമിയിലുണ്ടാകുന്നതല്ല. ബാക്കി എല്ലാ ലോഹങ്ങളും ഇരുമ്പൊക്കെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുവെങ്കിലും അതിന്റെ പ്രഭവ കേന്ദ്രം സൗരോർജത്തിന്റെ 5 ഇരട്ടി ഊർജ്ജമുണ്ടെങ്കിൽ ഇരുമ്പുണ്ടാക്കാൻ പറ്റൂ. ഭൂമി ഭൗമോർജ്ജം കൊണ്ട് പറ്റില്ല, സൗരോർജ്ജം ഉണ്ടാകണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനില് ഹബീബായ നബി തങ്ങൾ ഓതി പറയാ, വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. വഅൻസൽനൽ ഹദീദ, നിങ്ങൾക്ക് ഞാൻ ഇരുമ്പിനെ ഇറക്കി തന്നില്ലേ. ഇറക്കുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇറക്കുക. ഇരുമ്പ് ഈ ഭൗമലോകത്തിന്റേതല്ല, അത് ആകാശ ലോകത്തിന്റെ അപൂർവമായ ലോകമാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ, ഗവേഷണത്തിന് മാതിരികൾ തുറക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പെട്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തുണ്ടത്രേ. ആ സൂറത്തിന്റെ പേര് സൂറത്തുൻ നഹ്ൽ എന്നാണ്. തേനീച്ചയുടെ പേര്. തിമിംഗലത്തിന്റെ പേരുടെ സൂറത്തിനില്ല. കാണാൻ പോലും കഴിയാതെ പറന്നു പോകുന്ന തേനീച്ചയുടെ പേര് അല്ലാഹു ഒരു സൂറത്തിന് എന്തിനാണ് പേര് വെച്ചു കൊടുത്തതെന്നറിയോ? അതൊന്നും വെറുതെയല്ല മാനവാ, നിന്നെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ശുദ്ധിയേതെന്ന് പഠിപ്പിക്കാൻ. നിന്റെ മാലിന്യം മഞ്ഞത്തിന്റെ അറമ്പിലേക്ക് വലിച്ചെറിയരുത്, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകരുത്. തേനീച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ തേനീച്ച അതിന്റെ മധുരോധാരമായ തേൻ കൊണ്ടുപോയി അറയിൽ സൂക്ഷിച്ചു വെക്കും. ആ തേനേന അറയിലാണോ സൂക്ഷിച്ചു വെച്ചത്, അതിൽ നിന്ന് വളരെ ദൂരമുള്ള അറയിൽ പോയിട്ടാണ് തേനീച്ച വിസർജിക്കുക. താനങ്ങല മധുവിൽ നിന്ന് പകർന്നു കൊണ്ടുവന്ന തേൻ ആ തേനിന്റെ ഭാഗത്ത് വിസർജിക്കുന്നത് തേനീച്ചയുടെ സ്വഭാവമല്ല. എവിടെയാണോ തേനിരിക്കുന്നത് അവിടെ നിന്ന് അകലേക്ക് പോയിട്ടാണ് തേനീച്ച വിസർജിക്കുന്നത്. കാരണം ഈ തേൻ മലീമസമായി കൂടാ, അത് കടിക്കുന്ന മനുഷ്യന് ഔഷധമായി മാറാൻ തേനീച്ച നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നിന്റെ വിസർജ്യങ്ങൾ, നിന്റെ മാലിന്യങ്ങൾ അത് മനുഷ്യന് അഹിതകരമായ സ്ഥലത്ത് നിക്ഷേപിക്കരുത്. എന്തിനാണത് ചെയ്യുന്നത്? അല്ലാഹു തേനീച്ചയിലൂടെ മനുഷ്യനെ മര്യാദ പഠിപ്പിക്കുകയാണ്. പെണ്ണെ, നിന്റെ മാലിന്യങ്ങളെ അടുത്തവന്റെ വീട്ടിലേക്ക് ഒഴുക്കി വിടരുത്, നദിയിലേക്ക് തള്ളിവിടരുത്. അന്തരീക്ഷത്തിൽ വൃത്തി വേണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പരിസ്ഥിതിയുടെ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു അപാരമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ ഇടപെടലുകളിലൂടെ നടന്നു പോകാം, ആ ഗ്രന്ഥത്തിന്റെ ആശയസാഗരത്തിലൂടെ നടന്നു പോകാം നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ആ ഖുർആന്റെ വടിയിലൂടെ നടക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുണ്ട്, സൂറത്തുൻ നംല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറുമ്പ് എന്നാണ്. അവിടെ ഖുർആൻ ഒരു കഥ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ കഥ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. ഇത്രയും നേരം ഖുർആനൊക്കെ കേട്ടിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കഥ പറഞ്ഞുതരാം. പറഞ്ഞുതരട്ടെ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ കുറച്ചാളുകളെ മുമ്പിൽ കാലിയായി VIP കസേരയിലോട്ടൊന്നിരിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ച VIP കസേര ഇത്ര ഒഴിവായി കിടന്ന എങ്ങനെ സംസാരിക്കും? ഫ്രണ്ടിൽ കുറെ കസേര ഒഴിവാണ്. കുറച്ചു പേരെ സംഘാടകർ ഒന്ന് വാളണ്ടിയേഴ്സ് ഒന്ന് കുറച്ചു പേരെ ഫ്രണ്ടിലോട്ടും കയറ്റി, കുറച്ചു പേരെ. ബസ്സെങ്കിൽ ഒരു സുഖമില്ല, എല്ലാരും തളർന്നും തോന്നുന്നു. അവിടെ ഉള്ള കസേരയൊക്കെ ഒന്ന് ഫുള്ളാക്കിയിരുന്നു. എന്നിട്ട് ആ വെളിയിലിരിക്കുന്നവർ അകത്തോട്ട് കയറിയാൽ കുറച്ചേരം ബസ്സായിരിക്കും. ശരി ശരി, അല്ല ആ ബാക്കി ഇരിക്കുന്നവരൊക്കെ ഫ്രണ്ടിലുള്ള കസേരയിലോട്ട് ഇട്ടോളൂ. പരിപാടി ഈ കൗവായി മുസ്ലിം യൂത്ത് സെന്ററിൻ്റെതാണെങ്കിലും അവരൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പച്ച കസേരയുണ്ട്, ചുവന്നതുണ്ട്, രണ്ടുമുണ്ട്. പച്ച മാത്രല്ല.
അല്ല, കസേരയുടെ കാര്യം ഒരു വലിയൊരു മനോഭാവം കാണിച്ചു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഖുർആൻ അറിയാത്തവർക്ക് വേണ്ടി, ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു കഥ പറയാൻ. എന്താണ് കഥ? ലോകം അടക്കി ഭരിച്ച ചക്രവർത്തി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു കഥ. അള്ളാഹു എന്തിനാ കഥ പറയാ? സാധാരണ സീരിയലുകാരൻ കഥ പറയണ മാതിരിയല്ല. എന്തിനാണ് അല്ലാഹു കഥ പറയുന്നത്? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അല്ലാഹുവിന്റെ ഖുർആൻ കഥ പറഞ്ഞാൽ ആ കഥയിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അല്ലാഹു നമ്മളെ ചിന്തിക്കുന്നവരാക്കട്ടെ. ആമീൻ പറ. ഖുർആൻ കേട്ടാ ചിന്തിക്കണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ കാരണം ഞാൻ അവസാനം പറയാം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മരംകുത്തി ഉണ്ടായിരുന്നു. ഹുദ്ഹുദ് എന്നാണ് എന്റെ പേര്. എന്റെ പേര് ഹുദ്ഹുദ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ലോക ചക്രവർത്തിയാണ്. കാറ്റാണ് വാഹനം. കാറ്റിന്റെ വേഗതയിൽ എവിടെയും എത്തും. സുലൈമാൻ നബിക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് 2 തുറമുഖമുണ്ടായിരുന്നു. ഒന്ന് വാഫാർ, അതാണ് കോഴിക്കോട് ബേപ്പൂർ. വാഫാർ ബേപ്പൂരാണത്. ചരിത്രത്തിൽ കാണാം. ഇതൊന്നും ആരും കേട്ടിട്ട് ട്രോളാനൊന്നും നിൽക്കണ്ട. ചരിത്രം പോയി പഠിച്ചാൽ മതി. വിവരമില്ലാത്തവന്മാർക്കാണ് പിന്നെ എന്ത് കേട്ടാലും അതിനകത്ത് പിന്നെ ട്രോളണോ എന്ന് തോന്നണത്. ചരിത്രം പഠിക്കും. വാഫാർ ഒന്ന് ബേപ്പൂരൻ. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ പ്രവാചകനാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് ഒരു വളർത്തുപക്ഷി ഉണ്ടായിരുന്നു, ഹുദ്ഹുദ്. എല്ലാ ദിവസവും രാവിലെ ഹുദ്ഹുദ് കൊട്ടാരത്തിൽ നിന്ന് പോകും. നാട് മുഴുവനെ കറങ്ങി നടന്ന് വൈകുന്നേരമാകുമ്പോ കാണുന്ന വിശേഷങ്ങൾ മുഴുവനും സുലൈമാൻ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന സുലൈമാൻ നബിയുടെ ഒരു CIA ആയിരുന്നു ഹുദ്ഹുദ്. ഹുദ്ഹുദിന്റെ ജോലി നമ്മുടെ ചില പെണ്ണുങ്ങളുടെ ജോലിയാണ്. രാവിലെ ഇറങ്ങുക, നാട് മുഴുവൻ കറങ്ങുക, ആവശ്യമുള്ളതൊക്കെ പിടുങ്ങുക, എന്നിട്ട് വൈകുന്നേരം മഞ്ഞ് ആരുടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന 1000 നോട്ടീസിന്റെ പ്രതിഫലം ചെയ്യുന്ന ചില പെണ്ണുങ്ങളുടെ ജോലിയാണ് സുലൈമാൻ നബിയുടെ ഹുദ്ഹുദിന്. രാവിലെ പോകും, വൈകുന്നേരമാകുമ്പോൾ മുഴുവൻ ന്യൂസുകളും പിടിച്ചോണ്ട് വരുന്ന ഒരു ചാരനായിരുന്നു ഹുദ്ഹുദ് എന്ന മരംകുത്തി. ഒരു ദിവസം സുലൈമാൻ നബി വൈകുന്നേരം കൊട്ടാരത്തിൽ ഉലാത്തുകൺ. ആ സമയത്ത് സാധാരണ മരംകൊത്തി തിരിച്ചു വരേണ്ടതാണ്. കണ്ടില്ല, താമസിച്ചു. വാർത്ത അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവൂലോ നമുക്ക്, ഇല്ലേ? ഏതൊരു കാര്യവും നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം ലാസ്റ്റ് എന്താണ് എന്നറിയാൻ ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവൂലോ? ഉണ്ടാവൂല. ബ്ലാസ്റ്റേഴ്സ് ആണോ ജയിച്ചത്, അതല്ല കൊൽക്കട്ടയാണോ എന്ന് അറിഞ്ഞിട്ടാണ് കൂട്ടുകാർ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ എന്താ ഒരറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഇപ്പൊ തോറ്റാലും ജയിച്ചാലും റാഫി ഗോളടിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാനൊരു വകയുണ്ട് താൻ. ഞാൻ ഹുബ്ബ് റസൂൽ റാഫിക്ക് വേണ്ടി ദുആ ചെയ്തു. ഏതായാലും ഗോള് ഫൈനലൊരെണ്ണം വീണ്. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ഭാവി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നേ? ഇപ്പൊ സദസ്സ് എന്റെ വഴിക്ക് വന്നു. ഇതൊന്ന് വരണമെങ്കിൽ വലിയ പാടാ. ഇത്രയും കഴിഞ്ഞ ഒരു സദസ്സിനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ പാടാണിത്. ആ ഹുദ്ഹുദിനെ വൈകുന്നേരമായിട്ട് കാണാനില്ല. വാർത്ത അറിയാനുള്ള വ്യഗ്രതയിൽ സുലൈമാൻ നബി ഇങ്ങനെ കാത്തു നിൽക്കുക. കുറെ നേരമായിട്ടും കാണുന്നില്ല. അപ്പോ മഹാനായ സുലൈമാൻ നബി പറഞ്ഞു അത്രേ, ഖുർആൻ ഇത് പറയാ, സൂറത്തുൻ നംല്, وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين. ഇതൊന്നും മുഹമ്മദ് കബീർ സ്വന്തം വാക്കിൽ വളർത്തുന്നതല്ല, അള്ളാന്റെ ഖുർആനാണ്. നമ്മൾ ഓതി അറിയാതെ കടന്നുപോയ ഭാഗങ്ങളാണിത്.
വായാന സമയം വൈകിയായിട്ട് ഹുദ്ഹുദിനെ കാണാതിരുന്നപ്പോ സുലൈമാൻ നബി ചോദിച്ചു, പത്ര ഹുദ്ഹുദ് ഇവിടെ പോയി? പതിവ് സമയമായിട്ടും ഹുദ്ഹുദ് ഇന്ന് കൊട്ടാരത്തിലേക്ക് വരുന്നില്ലല്ലോ. ലൗ അദിബന്നഹു അദാബൻ ശദീദാ ഔ ലഅദ്ബഹന്നഹു ഔ ലയതിയനി ബിസുൽത്താനി മുബീൻ. താമസിച്ചു വരുന്നതിന് പകരമായി ഒന്നുകിൽ ഞാൻ ഇന്ന് ഹുദ്ഹുദിനെ അടിച്ച് ശരിയാക്കും, ഔ ലഅദ്ബഹന്നഹു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ കഴുത്തെടുത്തു മാറ്റിക്കളയും. എന്തേ സമയമായിട്ടും ഹുദ്ഹുദ് വരുന്നില്ല? ഇങ്ങനെ സുലൈമാൻ നബി ദേശം പിടിച്ചിട്ട് ഹുദ്ഹുദ് വരാത്ത അരിശത്തിൽ നടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. ഫമക്കത ഗൈറ ബഈദ്, തെല്ലും താമസിച്ചില്ല. മലയാള ഭാഷയിൽ അങ്ങനെയാണ്, തെല്ലും താമസിച്ചില്ല. ഫമക്കത ഗൈറ ബഈദ് ഫഖാല അഹത്തു ബിമാ ലം തഹത്തു ബിഹി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫമക്കത ഗൈറ ബഈദ്, തെല്ലുന്ന മാന്തിച്ചില്ല. ഓടി വന്ന് പറന്നു വന്ന് ഹുദ്ഹുദ് തന്നെ മുമ്പിൽ നിന്നപ്പോ ഹുദ്ഹുദിനെ അടിക്കാൻ കയ്യോങ്ങിയ സുലൈമാൻ നബിയോട് ആ ഹുദ്ഹുദ് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, എന്നെ നിങ്ങളെ ശിക്ഷിക്കാതിരുന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ ആ വാർത്ത നിങ്ങളോട് ഞാൻ പറയാം സുലൈമാൻ നബിയെ. ഖുർആനാണിത് പറയുന്നത്. നരകത്തെക്കുറിച്ച് പറഞ്ഞു പേടിപ്പിച്ച, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാശിപ്പിച്ച, മരണത്തിന്റെ ഭയാനതകളെ വിവരിച്ചതെന്ന, എപ്പോഴും കരയണേ ചിരിക്കല്ലേ എന്ന് നമ്മളോട് അടിക്കടി പറഞ്ഞ ഫല്യൽഹഖൂ ഖലീലാ വൽബകൂ കസീറാ. നിങ്ങൾ നന്നായിട്ട് കരയണേ 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 എന്ന് കണ്ണുനീരിന്റെ പ്രാധാന്യം പറഞ്ഞ അതേ ഖുർആനാണ് നമ്മളോട് സംഭവം പറയുന്നത്. സുലൈമാൻ നബിയെ, ഞാൻ നിങ്ങൾക്കൊരു ചൂടുവാർത്ത പറഞ്ഞു തരാം. ഹുദ്ഹുദ് പറഞ്ഞ എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഒരു ചൂടുവാർത്ത എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സുലൈമാൻ നബി വെട്ടില് വീണു. അടിച്ചാ പിന്നെ ഇത് പറയൂല, അടിച്ചാ പിന്നെ ഇത് പറയൂല. അപ്പോ സുലൈമാൻ നബി പറഞ്ഞു, ശരി, എന്നാ നിന്നെ ഞാൻ അടിക്കുന്നില്ല. എന്താ നിനക്കിന്ന് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് ഹുദ്ഹുദ് പറഞ്ഞൊരു സംഭവം ഖുർആൻ ഉദ്ധരിക്കുകയാ. ഹുദ്ഹുദ് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, രാവിലെ പശ്ചിമചക്രവാളത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് പറന്നുയർന്ന് ലോകം മുഴുവൻ ഞാൻ പറന്ന് നടക്കവേ ഞാൻ പറന്ന് സബ എന്ന് പറയുന്ന രാജ്യത്തെത്തി. ബലഭൂയിഷ്ടമായ നാട്, സസ്യശ്യാമളമായ നാട്, ഹരിതാപമായ നാട്. ആ നാട്ടിൽ ഞാൻ പറന്നെത്തവേ ഞാൻ അറിഞ്ഞ അത്ഭുതമേടെന്നറിയോ? ആ നാട് ഭരിക്കുന്ന നാടെന്നറിയോ? ഇന്നീ വജത്തും തംലികുഹും വഊതിയതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ ആ ഫലഭൂയിഷ്ടമായ സഭ ഭരിക്കുന്നത് അവിടെ ഒരു പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ അറിയാതെ ലോക ചക്രവർത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നു. നിങ്ങൾ അറിയാത്തൊരു സ്ഥലമുണ്ട്, സഭ എന്ന സ്ഥലമാ. അവിടെ ആ നാട് ഭരിക്കുന്നതാണല്ല ഒരു പെണ്ണാണ് എന്ന് മാത്രമല്ല, ആ പെണ്ണിനോ ആ പെണ്ണിരിക്കുന്നത് രത്നഖചിതമായ മരതക രത്നങ്ങൾ പതിച്ച സുന്ദരമായൊരു സിംഹാസനം അവൾ കൊണ്ട് സുലൈമാൻ നബിയെ. ആ സിംഹാസനത്തിലാണ് ആ പെണ്ണിരുന്നിട്ട് നാട് ഭരിക്കുന്നത്. ഈ കഥ നന്നായിട്ട് കേട്ടിട്ട് അവസാനം ഞാൻ ട്വിസ്റ്റ് പറയും, അവിടം വരെ നോക്കിയിരിക്കണം. ഇപ്പൊ എല്ലാരും കഥ കേൾക്കാൻ ഉഷാറായി. ആറ്റവും ആഹ്റവും പറഞ്ഞ ആർക്കും വലിയ ഗുണമില്ല, ശാസ്ത്രം പറഞ്ഞ ആർക്കും വേണ്ട. കഥ കേൾക്കാൻ എന്താ ജിജ്ഞാസ? സുലൈമാൻ നബി അവിടെ ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണിനാണെങ്കിലോ സുന്ദരമായ ഒരു രാജസിംഹാസനമുണ്ട്, മരതക രത്നങ്ങൾ പതിച്ചൊരു സിംഹാസനം. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ലോകമടക്കി ഭരിക്കുമ്പോ ഞാൻ അറിയാത്തൊരു നാട്ടിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ എന്നു മാത്രമല്ല, ഇന്നമാ ബഹുമാനപ്പെട്ട ഹുദ്ഹുദ് സുലൈമാൻ നബിയോട് പറഞ്ഞുവത്രേ, സുലൈമാൻ നബിയെ വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി, അവളും അവളുടെ നാട്ടുകാരും അല്ലാഹുവിന് സുജൂദ് ചെയ്യില്ല.